അതെ, ഇനി നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങളാണ് കാണുന്നത്. നമ്മുടെ വീട്ടിലെ കുഞ്ഞി ക്രിസ്മസ്. രാവിലെ അടുക്കളയിലെ ജനാലയൊക്കെ തുറക്കുമ്പോഴേ തന്നെ നല്ല തണുപ്പാണ്. രാവിലെ ചായക്കെല്ലാം വെച്ചിട്ട് പിന്നെ പോയി നോക്കിയത് അപ്പത്തിന് അരച്ച് വെച്ച മാവാണ്. ഇതവിടെ പുളിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീട്ടിലെ സ്പെഷ്യൽ അപ്പവും ചിക്കൻ സ്റ്റൂ ആണ്. എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ദേ ഈ കട്ടൻ കാപ്പി നിന്നാണ്. അങ്ങനെ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് നിന്ന് ആലോചിക്കുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ചിക്കൻ സ്റ്റൂ വെച്ചിട്ടില്ല. ചിക്കൻ സ്റ്റൂ അല്ല, ഈ സ്റ്റൂ കറികളൊന്നും ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് എന്താവും എന്നൊക്കെയുള്ള ചിന്തയാണ് ഞാൻ അവിടെ നിന്ന് ആലോചിക്കുന്നത്. ഞാൻ കുറേ വീഡിയോസൊക്കെ നോക്കി എനിക്ക് പറ്റുന്ന ഒരു റെസിപ്പി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ച്. ഇനിയിപ്പോൾ ആലോചിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല, കാരണം സാധനം എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടേ. അപ്പോൾ പിന്നെ നമുക്ക് ഉണ്ടാക്കാതെ നിർവാഹമില്ല. അങ്ങനെ അതേ പെട്ടെന്ന് പിന്നെയും തിരിച്ച് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം അങ്ങ് ചുട്ട് എടുക്കാമെന്ന് കരുതി ഞാൻ അതേ കല്ല് ചൂടായപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് ഓരോ അപ്പം ഇങ്ങനെ ചുട്ട് എടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് അപ്പമായിരുന്നേ. ഈ മാവിൻ്റെ കാര്യത്തിലും വലിയ സംശയമായിരുന്നു, പുളിച്ച് പൊന്തി വരുമോ എന്നൊക്കെയുള്ള. എന്തായാലും അപ്പം എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പം എല്ലാം അതേ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാൻ പോകാം. നല്ല നാടൻ കോഴിയാണ് വാങ്ങിച്ചത്. ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ നല്ല തിരക്കായിരിക്കും കടയിൽ. അതുകൊണ്ട് തന്നെ തലേന്ന് എല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും അമ്മ ദേ ഇവിടെ പച്ചക്കറികളെല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ച്. പിന്നെ പാൻ വെച്ച് എണ്ണ ഒഴിച്ച് പാനെല്ലാം ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറിയെല്ലാം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അങ്ങനെ പച്ചക്കറികളെല്ലാം വഴറ്റി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഇവിടെ എല്ലാം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഇട്ടിട്ട് നമ്മുടെ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് അതിനകത്ത് ഇത് നമ്മുടെ വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കാഷ്നട്ട് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും അരച്ചതും പിന്നെ തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ഒഴിച്ച് നമ്മുടെ കറിയെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ കറിയെല്ലാം വെന്ത് വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ വന്നപ്പോൾ ഒരാൾ നമ്മുടെ ബൂബിയെ കുളിപ്പിക്കുമായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് മോളെ എല്ലാം കുളിപ്പിച്ച് റെഡിയാക്കി അവക്കുള്ള ഭക്ഷണം എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിതേ കഴിക്കാനിരുന്നിട്ടുണ്ടേ. തന്നെത്താൻ വെച്ചിട്ട് തന്നെത്താൻ ഇരുന്ന് കഴിച്ചിട്ട് സ്വയം ഇരുന്ന് പുകഴ്ത്തുമല്ല, നല്ല അടിപൊളി കറിയായിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ട് എനിക്ക് കറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം മാക്കം ഇരുന്ന് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കടയിലോട്ടാണ് പോയത്. നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ടില്ലായിരുന്നു. കേക്ക് രാവിലെ വാങ്ങിക്കാനാണ് കരുതിയത്. അങ്ങനെ കേക്ക് വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഒരു തണ്ണിമത്തൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വന്നപ്പോൾ തന്നെ വേണമെന്ന് അതേ ഇരുന്ന് ഒരാൾ വാശി പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ അതേ തണ്ണിമത്തനെല്ലാം കട്ട് ചെയ്ത് അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത്. അങ്ങനെ നമ്മൾ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ ദേ ഇവിടെ തോരനെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചിക്കൻ കറിക്കെല്ലാം അരിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ ദേ പെട്ടെന്ന് തന്നെ അങ്ങ് കറിയാക്കി വെച്ചിട്ടുണ്ട്. ഒത്തിരി ചാറായിട്ടല്ല, ഒന്ന് ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ നമ്മുടെ പരിപ്പ് കറി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടം വറുക്കാനുണ്ടായിരുന്നു. അതും ഞാൻ ദേ പെട്ടെന്ന് അങ്ങ് വറുത്തെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇവിടെ മോക്കാണെങ്കിൽ ചിക്കനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ വാങ്ങിച്ചത്. നാടൻ കോഴിയായിരുന്നു വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ ഇച്ചിരി പാടായിരുന്നു അതൊന്ന് വെന്തെല്ലാം കിട്ടണ്ടേ. അങ്ങനെ നമ്മുടെ ഊണിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വെന്ത് റെഡിയായി വന്നപ്പോഴത്തേക്കും നമ്മൾ ചോറുണ്ണാനായിട്ടിരുന്നു. അങ്ങനെ നല്ല നാടൻ കോഴിക്കറിയും തോരനും പരിപ്പ് കറിയും പപ്പടവും മോരും ഒക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ട്. നമ്മൾ ചോറുണ്ട കഴിഞ്ഞപ്പോഴത്തേക്കും ബൂബിക്കും നമ്മൾ ചോറെല്ലാം കൊടുത്തിട്ടുണ്ട്. ബൂബിക്ക് ചോറെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിത് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. പിന്നെ നമ്മൾ വൈകിട്ട് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. ബീച്ചിൽ സാന്റാക്ലോസ് ഒക്കെ ഉണ്ടായിരുന്നു. സാന്റാക്ലോസിനെയൊക്കെ കണ്ടതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത്. പിന്നെ അവൾക്കാണെങ്കിൽ കാറ്റ് അടിക്കുമ്പോൾ തണുക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിപ്പാണ് അത്. നല്ലൊരു വ്യൂ ആയിരുന്നു നമുക്ക് ബീച്ചിൽ പോയപ്പോൾ കിട്ടിയത്. മോൾക്കാണെങ്കിൽ ബീച്ചിലൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ വെള്ളം ഇങ്ങനെ കടലിലോട്ടൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാനൊക്കെ ഇഷ്ടം. തിരയൊക്കെ വരുമ്പോൾ ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും. പക്ഷേ ഇറങ്ങത്തൊന്നുമില്ലേ. ആൾക്കാണെങ്കിൽ അവിടുത്തെ മണ്ണിലൊക്കെ ഇരുന്ന് കളിക്കാനാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ നമ്മൾ അവിടുന്ന് കോളിഫ്ലവർ കഴിച്ചു, ബജ്ജി കഴിച്ചു, ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ കുറേ നേരം അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നു. ബീച്ചിലാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ ഇങ്ങോട്ട് വരാനായാലും അങ്ങോട്ട് പോകാനായാലും ബ്ലോക്കിൽ കുറേ നേരം കിടന്നു. അതേമാതിരി ആളായിരുന്നു. ഒരുവിധമാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഒന്ന് ഇറങ്ങിയത്. അങ്ങനെ ഒരാൾക്ക് അവിടെ നിന്ന് ഒരു ബക്കറ്റും സെറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര കളിയായിരുന്നു. തിരിച്ച് വരാൻ ഭയങ്കര കരച്ചിലായിരുന്നു. നമ്മൾ പൊക്കി എടുത്തുകൊണ്ട് വന്നേത് അച്ഛനും മോളും കൂടെ ബക്കറ്റിൽ മണ്ണൊക്കെ വാരി വെച്ചിങ്ങനെ ഭയങ്കര കളിയായിരുന്നു. ഈ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് ഈ കൊച്ചിനെ ഞാനിനി എങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുപോകുമെന്നാണ് ഞാൻ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം ആൾ ഭയങ്കര കരച്ചിലായിരിക്കും എന്ന് എനിക്ക് നല്ലോണം അറിയാമായിരുന്നു. അങ്ങനെ പ്രതീക്ഷ കൂട്ട് തന്നെ നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. അടിപൊളി ക്രിസ്മസ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.